നമസ്കാരം. ഇന്ന് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ബ്രെഡ് പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതിന് ബ്രെഡ് വേണം, നമുക്ക് എല്ലാ സാധനങ്ങളും അതിന് ചേർക്കേണ്ടതെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം ഞാൻ 2, 4, 6, 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നല്ല ഈ നമ്മുടെ മധുരമുള്ള ബ്രെഡ്. അപ്പോൾ അതിൻ്റെ സൈഡ് നമുക്കൊന്ന് കളയാം. ഈ ബ്രെഡിൻ്റെ എല്ലാം സൈഡൊന്ന് കളയാം. സൈഡ് നമുക്ക് ഇതിൻ്റെ ഇങ്ങനൊന്ന് കളയാം. ഈ സൈഡും നമുക്ക് വേണേൽ എടുക്കാം, പക്ഷേ ഞാനിപ്പോൾ ആ സൈഡൊന്ന് കളഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിനകത്തോട്ടൊന്ന് വെക്കാം. ഇത് ഒരു പാത്രത്തിനകത്തോട്ട് വെക്കാം. ഞാൻ അതെല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയായിട്ട് അത് കളഞ്ഞിട്ട് ഞാൻ 7 പീസ് ബ്രെഡും ഞാനിതിവിടെ എടുത്ത് വെച്ചിട്ട് അപ്പം നമുക്ക് ആ ബ്രെഡെല്ലാം എന്നിട്ട് ഇത് അങ്ങോട്ടൊന്ന് മാറ്റിയേക്കാം ഈ പാത്രം. നമുക്ക് എന്നിട്ട് ആ 7 പീസ് ബ്രെഡുണ്ട് അതിനകത്തോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പം നമുക്ക് മിക്സിക്കകത്തോട്ട് ഇത് കുതിർത്ത് വെക്കാം. കുതിർത്ത് വെച്ചിട്ടാണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം. അതിൽ എളുപ്പമെന്നാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മുട്ടയുടെ ജാറിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ മിക്സിക്കകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് പിച്ചിക്കറിയാം. അപ്പം നമ്മൾ 7 ബ്രെഡായിട്ട് ചെറിയ മീഡിയം സൈസിൽ 7 ബ്രെഡായിട്ട് അപ്പം അതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് പാലൊഴിക്കാം. ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടിക്കാനും കുതിരാനും മാത്രം 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 തുള്ളി വാനില എസൻസ് ഒഴിക്കാം. ആ മുട്ടയുടെ ചുവയൊക്കെ. പിന്നെ നമുക്ക് വേണ്ടിയത് പഞ്ചസാര. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് അടിച്ചും വെക്കണം. അപ്പുറത്തെ നമുക്ക് ക്യാരമൽ ചെയ്യണം പഞ്ചസാര. അപ്പോൾ ഇതിന് കുറച്ച് മധുരം മതി. എന്നാലും ഈ സ്പൂണിന് 3 സ്പൂൺ പഞ്ചസാര ഇട്ടു. അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ വാനില എസൻസും എല്ലാം കൂടെ ഒഴിച്ച് നമ്മൾ മിക്സിക്കയുടെ ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് കണ്ട്. അപ്പം ഇതിനി നമുക്ക് ഇവിടോട്ട് ഇരിക്കട്ടെ. ഇതിരുന്നിട്ട് നമുക്കിനി ക്യാരമൽ ചെയ്യാം. പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോഴത്തേക്ക് അപ്പം നമുക്ക് ഇനിയും പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടാം. അപ്പം പഞ്ചസാര ഏകദേശം ഒരു ക്യാരമലിന് വേണമല്ലോ 2, 3 സ്പൂണ് പഞ്ചസാര. ഈ സ്പൂണിന് തന്നെ 3 സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്യാരമലാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പഞ്ചസാരയെല്ലാം നമ്മുടെ ക്യാരമലാവാൻ കളർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫാക്കാം. പഞ്ചസാരയെല്ലാം നല്ല ക്യാരമലായിട്ടുണ്ട്. നമുക്ക് ഇൻഡക്ഷൻ ഓഫാക്കാം. അപ്പം നമ്മുടെ പഞ്ചസാരയെല്ലാം നമ്മൾ ക്യാരമലാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒരു ചരുവ എടുത്ത് അതിനകത്തോട്ട് നമുക്കിതങ്ങ് ഒഴിക്കാം. അപ്പം നമ്മുടെ ക്യാരമലാക്കിയ പഞ്ചസാര നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് കാണിക്കാം. ഇങ്ങനെ ചുറ്റി
അപ്പോൾ അതിനകത്തോട്ട് എനിക്ക് കേക്കിൻ്റെ പാത്രം ഇല്ലാഞ്ഞിട്ട് ഇപ്പം കേക്കിൻ്റെ പോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചാൽ മതി. അപ്പം നമ്മൾ ഈ ബ്രെഡിൻ്റെ അടിച്ച് വെച്ചില്ലേ, അതുകൂടെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിക്കാം. അപ്പം നമുക്കിതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമ്മൾ ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇൻഡക്ഷനിലായതുകൊണ്ട് അതിൻ്റെ മേളിൽ വേണ്ട ഇതുപോലൊരു സാധനമുണ്ട്, അതുകൂടെ വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് സ്റ്റീമായിട്ട് നമുക്ക് സ്റ്റീമാക്കാം. അപ്പം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചും വെക്കാം. അപ്പം ഞാൻ ഒരു ചെറിയ ഗ്ലാസ് പാലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പാൽ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ വെള്ളമായിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കിതൊന്ന് സ്റ്റീം ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം, ഒരു അരമണിക്കൂർ. അപ്പം നമുക്ക് നമ്മുടെ പുഡിങ് ഒന്ന് തുറന്ന് നോക്കിയാൽ നല്ല പുഡിങ് എല്ലാം നല്ലതായിട്ടിരിക്കും. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ, ഒരു 10-15-20 മിനിറ്റിനകം 20 മിനിറ്റ് വേണം ഇതൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്കതെടുത്ത് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിക്കാം. ഓക്കെ. അപ്പം നമ്മുടെ പുഡിങ് എല്ലാം ഞാനിങ്ങനെ വാങ്ങി ഇവിടെ വെച്ചു. ഇനി ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതൊന്നിരുന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു 20 മിനിറ്റ് ഇതൊന്നിരുന്ന് തണുക്കണം. തണുത്തിട്ട് നിങ്ങളെ കാണാം. അപ്പം നമ്മുടെ പുഡിങ് എല്ലാം റെഡിയായി. നമ്മൾ അത് ഇങ്ങനെ ചരിച്ച് വെച്ചു. ഇനി ഇത് വേണമെങ്കിൽ ഇപ്പം കഴിക്കുന്നവർക്ക് ഇപ്പം കഴിക്കാം. ഈ ഒരു 10-20 മിനിറ്റ് അല്ലെ ഒരു മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. ശരി, അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.